है टेलीकॉम ऑपरेटर का 28 दिन का मंथली रिचार्ज। साल में सर महीने 12 होते हैं, लेकिन 28 दिन की रिचार्ज के माध्यम से 13 टाइम्स रिचार्ज कराना पड़ता है। कैसे सर? 28 दिन इंटू 13 टाइम्स इज इक्वल टू 364 डेज। ये एक बड़ी क्लेवर स्ट्रेटेजी है, जिसके चलते आपको फीलिंग 30 दिन की देते हैं, लेकिन आपसे डीलिंग 28 दिन की करते हैं। सर दुनिया में हर जगह बिलिंग साइकिल कैलेंडर मंथ के हिसाब से होती है, 30 या 31 दिन। आपको मंथली सैलरी, लैंडलॉर्ड का रेंट, बैंक की ईएमआई, बिजली पानी गैस का बिल, तमाम चीजें 30 या 31 दिन के महीने के हिसाब से होती हैं। लेकिन ये मोबाइल ऑपरेटर, टेलीकॉम ऑपरेटर 28 दिन के महीने के हिसाब से आपको रिचार्ज प्लान बेचते हैं, ताकि साल में एक अतिरिक्त റീചാർജ് आपको मिल जाए। ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അത് 12 മാസമാണ് എന്ന്. എന്നാൽ ഇന്ത്യയിലെ മൊബൈൽ കമ്പനികൾക്ക് മാത്രം ഒരു വർഷം എന്നാൽ 13 മാസമായിരുന്നു. കേൾക്കുമ്പോൾ അതിശയം തോന്നാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും അറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നും ഒരു മാസത്തെ അധിക റീചാർജ് തുക ഇത്രയും കാലം കമ്പനികൾ ചോർത്തിയെടുക്കുകയായിരുന്നു. 28 ദിവസത്തെ ആ ചതിക്കുഴിക്ക് ഇപ്പോൾ പാർലമെന്റ് പൂട്ടിട്ടിരിക്കുകയാണ്. ടെലികോം കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ആ കനത്ത തിരിച്ചടിയെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. എന്താണ് ഈ 28 ദിവസത്തെ കളി? ഒരു സാധാരണ മാസം എന്നാൽ 30 അല്ലെങ്കിൽ 31 ദിവസമാണ്. എന്നാൽ കമ്പനികൾ പ്ലാനുകൾ നൽകുന്നത് 28 ദിവസത്തേക്കും. ഈ 2 ദിവസത്തെ വ്യത്യാസം വെച്ച് കണക്ക് കൂട്ടിയാൽ 12 മാസം കഴിയുമ്പോൾ ഏകദേശം 24 മുതൽ 30 ദിവസം വരെ അധികമായി വരും. അതായത് വർഷാവസാനം നമ്മളെ കൊണ്ട് നിർബന്ധപൂർവം 13ാമത് ഒരു റീചാർജ് കൂടി ചെയ്യിപ്പിക്കുന്നു. കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള ഇന്ത്യയിൽ ഓരോരുത്തരിൽ നിന്നും ഇങ്ങനെ ഒരു മാസത്തെ അധിക തുക ലഭിക്കുമ്പോൾ കമ്പനികൾക്ക് കിട്ടുന്ന ലാഭം എത്ര കോടികളാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇതൊരു പരസ്യമായ കൊള്ളയല്ലാതെ മറ്റെന്താണ്? ഈ ജനവിരുദ്ധമായ രീതിക്കെതിരെ പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ആം ആദ്മി പാർട്ടി MP രാഘവ് ചന്ദ ഈ വിഷയത്തിൽ നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള MP കൊടിക്കുന്നിൽ സുരേഷും ഈ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നു. 2025 ഡിസംബറിലെ വിന്റർ സെഷനിലും ഇപ്പോൾ 2026 മാർച്ചിലെ ബജറ്റ് സെഷനിലും അദ്ദേഹം ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കുകയും ചെയ്തു. 28 ദിവസത്തെ വാലിഡിറ്റി എന്നത് ഉപഭോക്താക്കളെ പരോക്ഷമായി കൊള്ളയടിക്കലാണ് എന്നും ഇത് ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ടെലികോം മന്ത്രാലയം വഴങ്ങിയിരിക്കുന്നത്. കേന്ദ്ര ടെലികോം മന്ത്രാലയം ഇപ്പോൾ കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇനി മുതൽ 28 ദിവസത്തെ പ്ലാനുകൾക്ക് പകരം 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ള പ്ലാനുകൾക്ക് മുൻഗണന നൽകണം. വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ ഇല്ലാതാക്കി. അത് 12 തവണയായി ചുരുക്കണം. മാസശമ്പളം വാങ്ങുന്ന സാധാരണക്കാർക്ക് തങ്ങളുടെ ബില്ലിംഗ് സൈക്കിൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും ഇത് വലിയ സഹായകവുമാവും. ഉപഭോക്തൃ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് കമ്പനികൾ നടത്തുന്ന ആ അന്യായമായ ബില്ലിംഗ് രീതിക്ക് ഇതോടെ അന്ത്യമാവുകയാണ്. ഇതൊരു സാധാരണ വാർത്തയല്ല, മറിച്ച് കോടിക്കണക്കിന് സാധാരണക്കാരുടെ വിജയമാണ്. കമ്പനികൾ ലാഭം മാത്രം ലക്ഷ്യമിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അതിനെതിരെ പാർലമെന്റിൽ ഉയർന്ന ശബ്ദമാണ് ഇപ്പോൾ ബലം കണ്ടിരിക്കുന്നത്.